മലബാറിനോടൊപ്പം തന്നെ കേരളം മൊത്തം മലബാറിലെയും വിശേഷിച്ച് മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും തദ്ദേശ ഫലമറിയാൻ കാത്തിരിക്കുമ്പോൾ അവസാന മണിക്കൂറുകളിലൂടെ കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളിലൂടെ കേരളം കടന്നു പോകുമ്പോൾ മൂന്ന് പ്രദേശത്തു നിന്നും അതിൻ്റെ സമഗ്രമായി മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ ഏറ്റവും അവസാന നിമിഷത്തിൽ ഏതു തരത്തിൽ ആദ്യം വടക്കൻ മേഖലയിൽ നിന്ന് മലബാർ മേഖലയിൽ നിന്ന് സിജു അത്യന്തം വാശിയേറിയ പോരാട്ടം മധ്യ കേരളത്തെ സംബന്ധിച്ചും തെക്കൻ കേരളത്തെ സംബന്ധിച്ചും കണക്കാക്കുകയാണെങ്കിൽ വടക്കിൻ്റെ രാഷ്ട്രീയം തീർത്തും വ്യത്യസ്തമാണ് മലബാറിൻ്റെ രാഷ്ട്രീയം. മുന്നണികൾ അവസാനവട്ട കണക്കുകൂട്ടലുകളിലേക്ക് പോകുമ്പോൾ ഏതു തരത്തിലാണ് പ്രതീക്ഷകൾ? പ്രദീപ്, അന്തിമ വിധി എഴുതാൻ ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ എത്തിയതിനു ശേഷം വിശകലനങ്ങളുടെയും കണക്കുകൂട്ടലുകളുടെയും മണിക്കൂറുകളാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ ജനങ്ങൾ ഏത് രീതിയിൽ ചിന്തിച്ചു, ആരെ പിന്തുണച്ചു എന്ന തരത്തിലുള്ള വ്യക്തമായ ഉത്തരം നമുക്ക് ലഭിക്കും. അതിനു മുമ്പ് ഇന്നത്തെ രാത്രി കൃത്യമായ കണക്കുകൂട്ടലുകളുടെയും വിശകലനങ്ങളുടെയും ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി. ഈ രാത്രിയിൽ ഇരു മുന്നണികളും അതോടൊപ്പം തന്നെ മലബാറിലെ 6 ജില്ലകളിൽ BJPയും ചില മേഖലകളിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ മലബാറിലെ 4 ജില്ലകളിൽ പോളിംഗ് നടന്നു. ഏറ്റവും അവസാനം രണ്ടാം ഘട്ടത്തിൽ മലപ്പുറവും പാലക്കാട് ജില്ലകളിലും പോളിംഗ് നടന്നു. മലപ്പുറം ജില്ലയിലെ റീപോളിംഗ് കൂടി കഴിഞ്ഞതോടുകൂടി പോളിംഗ് നടപടികൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഈ 6 ജില്ലകളിലും വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് നടന്നത്. പ്രദീപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ രാഷ്ട്രീയവും കൃത്യമായ രാഷ്ട്രീയ ബോധവും എല്ലാം സൂക്ഷിക്കുന്ന ജനങ്ങളാണ് മലബാറിലേത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിലെല്ലാം തന്നെ ഇരു മുന്നണികളും അതോടൊപ്പം തന്നെ ചില മേഖലകളിൽ BJPയും വ്യക്തമായ പ്രതീക്ഷകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നിലവിൽ മലബാറിലെ 6 ജില്ലകളിൽ 4 ജില്ലകളിൽ ജില്ലാ പഞ്ചായത്തുകളുടെ ഭരണം കൈയാളുന്നത് LDF ആണ്. രണ്ട് ജില്ലാ പഞ്ചായത്തുകളുടെ ഭരണമാണ് UDF കൈയാളുന്നത്. കാസർഗോഡ് ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ ഇരു മുന്നണികളും ശക്തമായ പോരാട്ടം നടത്തുന്ന മേഖലകളുണ്ട്. അതോടൊപ്പം തന്നെ കാസർഗോഡിന്റെ വടക്കൻ മേഖലകളിൽ BJPക്ക് ശക്തമായ സ്വാധീനമുണ്ട്. എല്ലാ കാലത്തും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും BJP ശക്തി പ്രകടിപ്പിക്കുന്ന മേഖലകളാണ്. ഈ മേഖലകളിൽ കൃത്യമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP ക്യാമ്പ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയുടെ തെക്കൻ മേഖലയിലേക്ക് വരുമ്പോൾ കൃത്യമായും ഇടതുപക്ഷത്തിന് ശക്തമായ ആഭിമുഖ്യം പുലർത്തുന്ന മേഖലകളാണ് കാസർഗോഡ് ജില്ലയുടെ തെക്കൻ മേഖലകളിൽ ഉള്ളത്. കാസർഗോഡ് ജില്ലയിലുള്ള 3 മുനിസിപ്പാലിറ്റികളിൽ കൃത്യമായി 2 മുനിസിപ്പാലിറ്റികളിലെങ്കിലും മേധാവിത്വം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കൃത്യമായും പറഞ്ഞാൽ നീലേശ്വരം, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റികളിൽ ഇടതുപക്ഷത്തിന് ഇത്തവണ ഭരണം നേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നീലേശ്വരം മുനിസിപ്പാലിറ്റി നേരത്തെ തന്നെ LDFന്റെ കയ്യിലാണുള്ളത്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി UDFന്റെ കയ്യിലാണുള്ളതെങ്കിലും ഇത്തവണ കോൺഗ്രസിനകത്തെയും അതുപോലെ തന്നെ UDFനകത്തെയും പടലപ്പിണക്കങ്ങളും മറ്റും കാരണം തിരഞ്ഞെടുപ്പിൽ വ്യക്തമായ മേധാവിത്വം ഉണ്ടാക്കിയെടുക്കാൻ LDFന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാഞ്ഞങ്ങാട് നഗരസഭ കൂടി ഇത്തവണ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായും കണ്ണൂർ ജില്ലയിൽ LDF ശക്തമായ ഒരു മേൽക്കൈ നേടിയെടുക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണുള്ളത്. കണ്ണൂർ ജില്ലയുടെ പ്രത്യേകത ഇത്തവണ കണ്ണൂർ മുനിസിപ്പാലിറ്റി ആയിരുന്നത് ഇത്തവണ കോർപ്പറേഷനായി മാറിയിട്ടുണ്ട്. കോർപ്പറേഷനകത്തും വളരെ ശക്തമായ പോരാട്ടം നടക്കുന്നു. കോർപ്പറേഷനകത്തെ നടക്കുന്ന ശക്തമായ പോരാട്ടത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. എന്നാൽ അതേസമയം തന്നെ നേരത്തെ മുനിസിപ്പാലിറ്റി ആയിരിക്കുമ്പോൾ കണ്ണൂർ മുനിസിപ്പാലിറ്റി ഭരിച്ചിരുന്നത് UDF ആണ്. ഭരണം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ UDFനുണ്ട്. എന്നാൽ കണ്ണൂർ കോർപ്പറേഷന്റെ മത്സരം പരിശോധിക്കുന്ന സമയത്ത് ഇവിടെ കൃത്യമായും കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള വിഭാഗീയതയും വിമത പ്രശ്നങ്ങളും ശക്തമായി നിലനിന്നിരുന്നു. കണ്ണൂർ കോർപ്പറേഷനിലെ 12ഓളം ഡിവിഷനുകളിൽ വിമത സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു. ഇത് വലിയ രീതിയിലുള്ള UDF വോട്ടുകൾ ഭിന്നിച്ചിരുന്നു എന്ന ഒരു കണക്കുകൂട്ടലിലാണ് LDF ക്യാമ്പുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ണൂർ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കോർപ്പറേഷനായി മാറുമ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ ഇത്തവണ ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന കൃത്യമായ പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. വയനാട് ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ വയനാട് ജില്ലയിൽ ഇത്തവണ 2 പുതിയ മുനിസിപ്പാലിറ്റികൾ കൂടി രൂപീകരിച്ചിട്ടുണ്ട്. നേരത്തെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിനു പുറമെ 2 പുതിയ മുനിസിപ്പാലിറ്റികൾ കൂടി രൂപീകരിച്ചിട്ടുണ്ട്. കൃത്യമായും UDF അനുകൂല സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് വയനാട്.
എന്നാൽ ഇത്തവണ വയനാട് ജില്ലക്കകത്ത് തോട്ടം മേഖലയിലടക്കം നടന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റ് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത ശക്തമായ പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി കൃത്യമായി ജനങ്ങൾക്കിടയിലേക്ക് കൃത്യമായ സ്വാധീനമായി വളർന്നു വരാൻ LDF സാധിച്ചിട്ടുണ്ട് എന്ന പ്രതീക്ഷയിലാണ് LDF ക്യാമ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 3 മുനിസിപ്പാലിറ്റികളിൽ മത്സരം നടന്ന 3 മുനിസിപ്പാലിറ്റികളിൽ 2 എണ്ണമെങ്കിലും പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് LDF ക്യാമ്പ് ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ വളരെ എല്ലാവരും ആകാംക്ഷയോടെ നിരീക്ഷിച്ചിരുന്ന രാഷ്ട്രീയ പോരാട്ടം നടന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ലയിൽ കൃത്യമായി ഇടതുപക്ഷത്തിന് മേൽക്കൈ നേടാൻ സാധിക്കുമെന്നാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷ. കോഴിക്കോട് ജില്ലയിൽ DCC അംഗമടക്കം വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നത് ആദ്യഘട്ടത്തിൽ UDF-ന് വലിയ രീതിയിലുള്ള തലവേദനയായിരുന്നു. അതിനുമപ്പുറം കോർപ്പറേഷനിലെ മത്സര രംഗത്തേക്ക് കൃത്യമായും സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ ഉയർത്തി കാണിക്കാൻ കഴിയാത്തതും UDF-ന് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വിധി കാത്ത് കേരളം പോകുമ്പോൾ മുന്നണികൾ കണക്കുകൂട്ടലുകളിൽ വിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. തെക്കൻ കേരളത്തിലെ വിശേഷങ്ങളുമായി ജിതിൻ ചന്ദ്രൻ. ജിതിൻ, അതിപ്രാധാന്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ, സംസ്ഥാനം മൊത്തം ഉറ്റുനോക്കുന്നു. അതോടൊപ്പം കൊല്ലം കോർപ്പറേഷൻ, പത്തനംതിട്ട എടുത്തു കഴിഞ്ഞാൽ കൊട്ടാരക്കര അടക്കമുള്ള പ്രദേശങ്ങൾ വളരെ നിർണായകമാണ് രാഷ്ട്രീയപരമായി. തെക്കൻ കേരളത്തിലെ മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ ഈ അവസാന നിമിഷം ഏതു തരത്തിലായിരിക്കും? തീർച്ചയായും പ്രദീപ്, സംസ്ഥാനത്തിൻ്റെ തൻ്റെ ശ്രദ്ധയെ ആകർഷിച്ച മത്സരങ്ങളാണ് ദക്ഷിണ കേരളത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്നത് എന്ന് വേണം പറയാൻ. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മത്സരത്തിൻ്റെ കാര്യം തന്നെയാണ്. ഇരു മുന്നണികൾക്കും BJPക്കും അഭിമാന പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള മത്സരമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത്. ഇവിടെ ഭരണ തുടർച്ച ഇത്തവണയും വിജയം ആവർത്തിച്ചുകൊണ്ട് ഭരണം തുടരാമെന്ന ലക്ഷ്യത്തോടു കൂടി LDF മത്സര രംഗത്തിറങ്ങിയപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായ കോർപ്പറേഷൻ ഇത്തവണയെങ്കിലും പിടിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് UDF മത്സരിച്ചത്. അതേസമയം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പ്രധാന ലക്ഷ്യമായി വിശേഷിപ്പിച്ചുകൊണ്ട് ആദ്യമേ പ്രവർത്തനം തുടങ്ങി വലിയ മുന്നേറ്റം BJP കണക്കുകൂട്ടുന്ന ഒരു പ്രദേശം കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികൾക്കും BJPക്കും ഒരുപോലെ അഭിമാന പോരാട്ടം നടന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇവിടെ നിലവിൽ 51 സീറ്റുകളുമായാണ് LDF തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഇത് 51 സീറ്റിൽ നിന്നും 58 മുതൽ 62 വരെ സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് ഇത്തവണയും ഭരണം തുടരാമെന്ന പ്രതീക്ഷയാണ് LDF നേതാക്കളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. LDF ക്യാമ്പിൻ്റെ പ്രതീക്ഷ അങ്ങനെയാണെങ്കിൽ UDF ക്യാമ്പ് 55 സീറ്റെങ്കിലും ഇത്തവണ പ്രതീക്ഷിക്കുന്നു. 55 സീറ്റെങ്കിലും നേടിക്കൊണ്ട് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം കൈക്കലാക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പുള്ളത്. അതേസമയം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ ഒരു നിർണായക ശക്തിയാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് BJP ക്യാമ്പുള്ളത്. 18 മുതൽ 26 വരെ സീറ്റുകൾ തങ്ങൾ നേടുമെന്ന BJP ക്യാമ്പ് ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു. എന്തായാലും ഇത്തവണ വലിയ വർധനവ് പോളിംഗ് ശതമാനത്തിലുണ്ടായിരുന്നു. 2010 60.5 എന്ന പോളിംഗ് ശതമാനം ഇത്തവണ 63.9 എന്ന നിരക്കിലേക്ക് ഉയർന്നിരുന്നു. അത് തങ്ങൾക്ക് അനുകൂലമാവുമെന്ന അവകാശവാദമാണ് ഇരു മുന്നണികളും ഒപ്പം BJPയും ഉന്നയിക്കുന്നത്. ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷന് പുറമെ തിരുവനന്തപുരത്ത് എടുത്തു പറയേണ്ട ശ്രദ്ധയാകർഷിച്ച മത്സരങ്ങൾ നടന്നത് തിരുവനന്തപുരത്തെ 4 നഗരസഭകളിലായിരുന്നു. ആറ്റിങ്ങൽ, വർക്കല, നെയ്യാറ്റിൻകര, നെടുമങ്ങാട് എന്നീ 4 നഗരസഭകളിലും മുന്നണികൾ തമ്മിൽ ശക്തമായ പോരാട്ടം തന്നെയാണ് നടന്നിരുന്നത്. അവിടെ പ്രവചനാതീതമായൊരു ഫലമാണ് ഉള്ളത് എന്ന് വേണം പറയാൻ. നിലവിൽ ആറ്റിങ്ങലും നെടുമങ്ങാടും LDFും വർക്കലയും നെയ്യാറ്റിൻകരയും UDFുമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇരു മുന്നണികളും തങ്ങൾക്ക് ഈ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇരു മുന്നണികളും പ്രകടിപ്പിക്കുന്നത്. ശക്തി തെളിയിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് BJP നഗരസഭകളുടെ കാര്യത്തിൽ പുലർത്തുന്നത്. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ എടുത്താൽ 26 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 20 എണ്ണമെങ്കിലും നേടാനാകുമെന്ന പ്രതീക്ഷയാണ് UDF LDF ക്യാമ്പുകൾ പുലർത്തുമ്പോൾ 10ഓളം സീറ്റുകൾ നേടുമെന്ന BJP ക്യാമ്പും പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തെ മൊത്തം കാര്യമെടുക്കുമ്പോൾ പോളിംഗ് ശതമാനത്തിലുണ്ടായ വലിയ വർധനവ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ഇരു മുന്നണികളും BJPയും ഇവിടെ അവകാശവാദം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ ദക്ഷിണ കേരളത്തിൽ അതിപ്രാധാന്യമായ മറ്റൊരു മത്സരം നടന്നത് കൊല്ലത്താണ്. കൊല്ലം കോർപ്പറേഷനിലും ഒപ്പം കൊല്ലം ജില്ലാ പഞ്ചായത്തിലെയും കൊല്ലത്ത് നഗരസഭകളിലും എല്ലാം തന്നെ ശക്തിയേറിയ പോരാട്ടമാണ്, വാശിയേറിയ മത്സരമാണ് നടന്നത്. അവിടെയും ഇരു മുന്നണികളും BJPയും അവകാശവാദവുമായി രംഗത്തുണ്ട്. എന്തായാലും കൊല്ലം കോർപ്പറേഷനിലെ മത്സരങ്ങളിൽ ശ്രദ്ധയെ ആകർഷിക്കുന്നത് RSP LDF നിന്നും വിട്ടുപോയത് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത്. ഇതിൽ RSPയുടെ മാറ്റം കൊല്ലത്തെ എന്ത് രാഷ്ട്രീയ ചലനമായിരിക്കും ഉണ്ടാക്കുക എന്നതാണ് കൊല്ലത്തെ തെരഞ്ഞെടുപ്പിൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ കൊട്ടാരക്കര എന്ന പുതുതായി രൂപീകരിക്കപ്പെട്ട നഗരസഭയും കൊല്ലത്തുണ്ട്. ഈ കന്നി അംഗത്തിൽ കൊട്ടാരക്കരയിൽ ആര് വിജയിക്കുമെന്നതാണ് ജനങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം. ഒപ്പം ദക്ഷിണ കേരളത്തിൽ പത്തനംതിട്ടയിലെ കാര്യമെടുക്കുമ്പോഴും പത്തനംതിട്ടയിൽ പുതുതായി രൂപീകരിക്കപ്പെട്ട പന്തളം നഗരസഭയിലെ മത്സരമാണ് ഏറെ ശ്രദ്ധേയമാവുക. ഇത്തരത്തിൽ 3 ജില്ലകൾ തെക്കൻ കേരളത്തിൽ നിന്നും അതിപ്രാധാന്യത്തോടെ മത്സരരംഗത്ത് നിൽക്കുമ്പോൾ ഈ 3 പ്രദേശത്തെയും വിധിയറിയാൻ ഇനി കുറച്ചു മണിക്കൂറുകൾ മാത്രം. ഇതോടൊപ്പം തന്നെയാണ് മധ്യ കേരളവും, തൃശ്ശൂരും കൊച്ചിയും കോർപ്പറേഷനുകൾ. അവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെയും വലിയ തോതിൽ ചർച്ചയായി.
മുന്നണികൾ അവസാനവട്ട കണക്കുകൂട്ടലുകളിൽ മധ്യകേരളത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി ബിജേഷ് നടുവിൽ. ബിജേഷ്, അവസാന മണിക്കൂറുകൾ ഏതു തരത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും കണക്കുകൂട്ടൽ നടത്തുന്നത് അവിടുത്തെ ജില്ലകളിൽ? പ്രദീപ്, തീർച്ചയായിട്ടും മധ്യകേരളത്തിൽ വരുന്ന 5 ജില്ലകൾക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ആദ്യം നമുക്ക് തൃശ്ശൂരിൽ തന്നെ നോക്കാം. തൃശ്ശൂരാണെങ്കിൽ കോർപ്പറേഷനിലേക്ക് ശക്തമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കഴിഞ്ഞ തവണ UDF LDF നിന്ന് പിടിച്ചെടുത്തതാണ് കോർപ്പറേഷൻ. പക്ഷേ ഇത്തവണ ഒരു ശക്തമായ മത്സരം തന്നെ നടക്കുന്നു. അവിടെ LDFന് വ്യക്തമായ മേധാവിത്വം നേടാൻ സാധിക്കുമെന്നാണ് LDF നേതൃത്വം പറയുന്നത്. അതിന് പറയുന്ന ചില കാരണങ്ങൾ ഗ്രൂപ്പ് വഴക്കും അതോടൊപ്പം തന്നെ ആദ്യഘട്ടങ്ങളിൽ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം അവരുടെ കഴിഞ്ഞ ഭരണത്തിൽ വന്ന പാളിച്ചകളും ഒക്കെ തന്നെ ഇത്തവണ LDFന് അനുകൂലമായി വരും. അതുകൊണ്ട് തന്നെ LDFന് അവിടെ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് LDF നേതൃത്വം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഗ്രാമപഞ്ചായത്തുകളിലടക്കം കഴിഞ്ഞ തവണ UDFന് വ്യക്തമായ മേധാവിത്വം ഉണ്ടായിരുന്നു. മുനിസിപ്പാലിറ്റികളാണെങ്കിൽ 7 മുനിസിപ്പാലിറ്റികളാണ്. ഇത്തവണ ഒരു മുനിസിപ്പാലിറ്റി കൂടുതലായി വന്നതുകൊണ്ട് 7 മുനിസിപ്പാലിറ്റിയായി. വടക്കാഞ്ചേരി, മുണ്ടത്തിക്കോട് ഗ്രാമപഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടാക്കി. ഈ മുനിസിപ്പാലിറ്റിക്ക് ഈ 2 ഗ്രാമപഞ്ചായത്തുകൾക്കും വ്യക്തമായ മേധാവിത്വം UDFനുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ മൂന്ന് മുനിസിപ്പാലിറ്റികളായിരുന്നു UDF നേടിയിരുന്നത്. 3 മുനിസിപ്പാലിറ്റികൾ LDFനും. ഇത്തവണ വടക്കാഞ്ചേരി കൂടെ UDF നേടുമെന്നും അതോടൊപ്പം തന്നെ കുന്നംകുളം UDFിൽ നിന്ന് പിടിച്ചെടുക്കുമെന്നാണ് LDF വ്യക്തമാക്കുന്നത്. ആലപ്പുഴ ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ SNDP BJP സഖ്യം അവിടെ എല്ലാ നഗരസഭകളിലേക്കും മത്സരിക്കുന്നുണ്ട്. അതിശക്തമായ മത്സരം നടക്കുമ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ചും അതുതന്നെയാണ് ഏറ്റവും വിശേഷമായിട്ട് വരിക. SNDP യോഗത്തിന്റെ സാന്നിധ്യം എത്രമാത്രമായിരിക്കും? ഇനി ഇത്തരം വിഷയങ്ങളൊക്കെയും വിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം. നാളെ രാവിലെ 8 മണിക്ക് 244 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ ആരംഭിക്കും. 8:30 ആദ്യ ഫലസൂചനകളും ലഭ്യമാകും. രാവിലെ 6 മണി മുതൽ അതത് വിവരങ്ങളുമായി പീപ്പിൾ TVയും പ്രേക്ഷകർക്കൊപ്പം അല്പസമയത്തിനകം ഇത്തരം വിശകലനങ്ങൾ അതിവിശാലമായി ഏറ്റവും സൂക്ഷ്മ വിശദാംശങ്ങളിലേക്ക് പോകുന്ന പഞ്ചായത്ത് വാരത്തിൽ ഞങ്ങളുടെ MDയും ചീഫ് എഡിറ്ററുമായ ജോൺ ബ്രിട്ടാസ്.